കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കൾ പറയുന്നത് ഞങ്ങളാണ് ഇടപെട്ടാണ് ജാമ്യം കൊടുത്തത്, ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഞങ്ങൾക്കാണ്. അപ്പോൾ എൻ്റെ അടുത്ത് 1-2 മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് ഇത് ഗുസ്തി മത്സരമൊന്നും അല്ലല്ലോ, ഇത് 2 കന്യാസ്ത്രീകൾക്ക് അന്യായമായിട്ട് അവരെ ജയിലിൽ പാർപ്പിച്ചു, അവരെ 9 ദിവസം ഇട്ട് പീഡിപ്പിച്ചു, അവർ വിദേശികളാണോന്ന് പോലുമാണ് ചോദിച്ചത്. ഈ റെയിൽവേ സ്റ്റേഷനിൽ പ്രശ്നമുണ്ടാക്കിയതും ഇവരെ ഹരാസ് ചെയ്തതും BJPയുടെ ഭാഗമായിട്ടുള്ള ബജ്രംഗ് ദളാണ്. അവർക്കെതിരെ കേസെടുത്തത് BJP സർക്കാരിന് കീഴിലുള്ള പോലീസാണ്. ആ കേസ് കോടതിയിൽ ശക്തമായിട്ട് എതിർത്ത് വാദിച്ചത്, ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് വാദിച്ചതും ഈ കേസ് NIAക്ക് വിടണമെന്നൊക്കെ വാദിച്ചത് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോസിക്യൂഷനാണ്. ഇത് ഈ 9 ദിവസം വരെ തടവിൽ പാർപ്പിച്ചതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഇതിനകത്ത് BJPക്കും സംഘപരിവാറിനും RSSനും ഒക്കെ തന്നെയാണ്. എന്നിട്ട് അതേ BJPയുടെ ആളുകൾ വന്നിട്ട് പറയുകയാണ് ഞങ്ങളാണ് ജാമ്യം എടുത്തതെന്നൊക്കെ പറഞ്ഞാൽ ഇത് എന്താ പറയുക, നീ യഥാർത്ഥത്തിൽ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ. ആ സംശയമാണ് നമുക്കൊക്കെ ഉള്ളത്. പിന്നെ BJP അവിടെ, കേരളത്തിൽ നിന്നുള്ള BJPയുടെ ആളുകൾ അവിടെ വന്നു എന്ന് പറയുന്നു. അവരവിടെ വരാൻ നിർബന്ധിതരാവുകയായിരുന്നു. അവർ ഇതുകൊണ്ട് ഈ വിഷയത്തോടുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല. നമ്മുടെ വീടിൻ്റെ ആധാരം വീട്ടിൽ സേഫായിട്ടുണ്ടെന്ന് പറയാൻ കഴിയും. ബഹുഭൂരിപക്ഷ ആളുകളുടെയും ആധാരം ഏതെങ്കിലും ബാങ്കിൽ പണയത്തിലാണ്. കോൺഗ്രസ് രാജ്യത്ത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കിതിനോടകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും ഒക്കെ അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ഈ രാജ്യത്ത് ഊട്ടിയുറപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഭരണഘടനയിലായാലും അത് എഴുതി ചേർത്തതും അല്ലെങ്കിൽ അതിനുവേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ളതും കോൺഗ്രസിൻ്റെ നേതാക്കളാണ്. ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ BJPയുടെ മുൻ പ്രസിഡന്റ് K. സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ച് BJP നടത്തിയ പ്രചരണം തെറ്റായിപ്പോയി. BJPയുടെ അടിസ്ഥാന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹിന്ദുത്വ പൊളിറ്റിക്സാണ്, അതിൽ നിന്ന് മാറാൻ പാടില്ല എന്ന് നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ BJPയുടെ ഒരു സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ആളാണ് പറയുന്നത്. ഈ സുരേഷ് ഗോപിയുടെ നിലപാട് എന്താണെന്നുള്ള എല്ലാവരും കണ്ടല്ലോ. അദ്ദേഹം ഒരു അക്ഷരം മിണ്ടിയില്ല. ജോർജ് കുര്യനൊക്കെ ഈ BJPയുടെ ലൈനിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. അതായത് അവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകൾ കുറ്റക്കാരാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് യഥാർത്ഥത്തിലുള്ള BJPയുടെ ലൈൻ തന്നെയാണ്. BJPയുടെ ഒരു പൊളിറ്റിക്സ് റൺ ചെയ്യുന്നത് ഇങ്ങനെ ഒരു വർഗീയ ചേരിതിരിവിലാണ്. അവർക്കൊരു എന്താ പറയുന്നത്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളും ഒരു സമാധാനത്തോടെ ജീവിക്കുന്ന, അല്ലെങ്കിൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ശാന്തമായി ജീവിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിൽ BJPക്ക് അവരുടെ രാഷ്ട്രീയം റൺ ചെയ്യാൻ കഴിയില്ല. BJPക്ക് അവരുടെ രാഷ്ട്രീയം റൺ ചെയ്യാനായിട്ട് ഒരു കമ്മ്യൂണൽ ഇഷ്യൂസ് ആവശ്യമാണ്. അപ്പോൾ അതിന് അവരൊരു എന്താ പറയുന്നത്, ശത്രുക്കളെ ഉണ്ടാക്കും. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ അവർ മുസ്ലിങ്ങളെ ശത്രുക്കളായിട്ട് പ്രഖ്യാപിക്കും. എന്നിട്ട് പറയും നോക്കൂ മുസ്ലിങ്ങളെല്ലാവരും ഇങ്ങനെയാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെല്ലാവരും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ എന്നിട്ട് അവരെ പ്രതിരോധിക്കുന്നത് ഞങ്ങളാണ്. മനസ്സിലായോ? മറ്റ് ചില സ്ഥലങ്ങളിൽ വരുമ്പോൾ അവർ ക്രൈസ്തവരെ ശത്രുക്കളാക്കും. ഛത്തീസ്ഗഡിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അവിടെ ക്രൈസ്തവരെ ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ടിട്ടുള്ള ഒരു രാഷ്ട്രീയമാണ്. അത് എന്ന് മുതൽ അങ്ങനെ ഒരു അത് കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ചെന്നപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ഈ 2 കന്യാസ്ത്രീകൾ മാത്രമല്ല, അവിടെ നിരവധി ആളുകൾ ജയിലിലാക്കപ്പെട്ടിട്ടുണ്ട്. ഒരു വൈദികനെ ഞങ്ങൾ നേരിട്ട് കാണാനിടയായി. അദ്ദേഹം ഏതാണ്ട് 10-70 ദിവസത്തോളം ജയിലിൽ കിടന്നു. അദ്ദേഹത്തിന് ചുമത്തിയത് പോക്സോ കേസായിരുന്നു. പോക്സോ കേസിലൊക്കെ ജാമ്യം കിട്ടി വരണമെങ്കിൽ നമുക്കറിയാമല്ലോ എന്താ സംഭവിക്കുക എന്നുള്ളത്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ജയിലിൽ കിടന്നു. പിന്നെ ഞങ്ങളോട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ, ഞങ്ങൾ ഈ ജയിലിൽ ചെന്നപ്പോൾ അവിടെ കുറേ അധികം ആളുകൾ, പാസ്റ്റർമാർ അല്ലെങ്കിൽ വിവിധ ചർച്ചകളുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അവിടെ ജയിലിൽ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ MLA-മാരും MP-മാരും ഒക്കെ ചെല്ലുമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വലിയ ആശ്വാസമാണ്. അപ്പോൾ അവർ നമ്മളോട് പറയുന്നുണ്ട് കുറേയേറെ ആളുകൾ പല ജയിലുകളിൽ കഴിയുന്നുണ്ട്. ഇപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ കാര്യം മാത്രമാണ് എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയൂ. ഒത്തിരി ജയിലുകളിൽ ആളുകളുണ്ട്, അവരെയൊക്കെ സഹായിക്കണം എന്ന്. അപ്പോൾ ഞങ്ങൾ അവരോട് പറഞ്ഞിട്ടാണ് പോന്നിരിക്കുന്നത്, ഈ ആളുകളുടെ എല്ലാം കണക്കെടുക്കാമെന്നും അല്ലെങ്കിൽ ഈ ആളുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടെത്താമെന്നും ഇനി അവർക്കൊക്കെ ആവശ്യമായിട്ടുള്ള നിയമസഹായം കൊടുക്കാനൊക്കെ നമ്മൾ ഇടപെടലുകൾ നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ നിരവധി ആളുകളെ ഇട്ടിരിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ 2 പേരെന്നുള്ള നിലയിലാണ് അവർ ഈ ആളുകളെയും പിടിച്ചകത്തിട്ടത്. പക്ഷേ സ്വാഭാവികമായി അവർ കന്യാസ്ത്രീകളായതുകൊണ്ടും കേരളത്തിൽ നിന്നുണ്ടായ ഒരു വലിയ സപ്പോർട്ടിൻ്റെ ഭാഗമായി അവർ പുറത്തു വന്നു എന്നുള്ളതാണ്. അതുണ്ടായില്ലായിരുന്നുവെങ്കിൽ മാസങ്ങളോളം ചിലപ്പോൾ ഈ കന്യാസ്ത്രീകൾക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നേനെ. മിഷൻ പ്രവർത്തനം ചെയ്യുന്ന ഒരു ഫ്രണ്ടായിട്ടുള്ള സിസ്റ്റർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു. മലയാളികളായിട്ടുള്ള 2
കന്യാസ്ത്രീകളെ പിടിച്ചതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറം ലോകം അറിഞ്ഞു. അറിഞ്ഞു. അത് കറക്റ്റാണ്, 100%. അവർ കുറച്ച് ദിവസം ബുദ്ധിമുട്ട് അനുഭവിച്ചാലും അത് നല്ലതിനാണ് എന്ന് അവർ പോസ്റ്റ് ഇട്ടിരിക്കുന്നു. കാരണം അത്രയധികം നമ്മൾ അറിയാത്ത തരത്തിലേക്കുള്ള ഉണ്ട് ന്യൂനപക്ഷ പീഡനങ്ങൾ നടക്കുന്നുണ്ട്. ഉണ്ട് ഉണ്ട് ഛത്തീസ്ഗഡിൽ മാത്രമല്ല, ഛത്തീസ്ഗഡിൽ, ഒഡീഷയിൽ, മധ്യപ്രദേശിൽ, യു പിയിൽ ഈ ഡബിൾ എഞ്ചിൻ സർക്കാർ എന്ന് പറയുമല്ലോ, ഉം. ഈ ഡബിൾ എഞ്ചിൻ സർക്കാരുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ പ്രത്യേകിച്ച് വടക്കേന്ത്യയിൽ ഇത് വ്യാപകമായിട്ടുണ്ട്. ഇപ്പോൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പല്ലേ ഒഡീഷയിലൊരു 2 വൈദികർ, ഉം. മലയാളി വൈദികരായിരുന്നു, അതുകൊണ്ട് നമ്മൾ അറിഞ്ഞു. 2 വൈദികർ, ഒരാൾ 90 വയസ്സുള്ള ഒരു അച്ഛനാണ്. അവരെ കയ്യും കാലും കെട്ടിയിട്ട് വായിൽ തുണി തിരികെട്ട് ക്രൂരമായിട്ട് മർദ്ദിച്ചു. എന്നിട്ട് ഒടുവിൽ ആ അച്ഛൻ ഇവിടെ കേരളത്തിൽ വന്നിട്ടാണ് ചികിത്സ തേടിയത്. അങ്ങനെ നിരവധി കേസുകൾ. ഇപ്പോൾ നമുക്ക് ഫാദർ സ്റ്റാൻ സ്വാമിയുടെയൊക്കെ വിഷയം നമുക്കറിയാവുന്ന, അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയാൽ നമ്മൾ ഞെട്ടിപ്പോവും. അത് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് അത്ര ഇൻഫർമേഷൻ അത്രയും നമുക്ക് ഇൻഫർമേഷൻസ് പുറത്തു വരുന്നത്. പിന്നെ ഞങ്ങളോട് അവിടെ ചെന്നപ്പോൾ ഈ ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. നിരന്തരം എന്ന വണ്ണം ഞായറാഴ്ചകളിൽ ഇവരുടെ പള്ളികളിലും അതുപോലെ തന്നെ ഇവർ പ്രെയർ മീറ്റിംഗ് നടത്തുന്ന സ്ഥലങ്ങളിലും ഒക്കെ വന്ന് വെച്ചിട്ട് ഇവർ അതിക്രമങ്ങൾ നടത്തും. ഭീഷണിയാണ്. കാരണം ആരും ഇതിൻ്റെ ഭാഗമാകാൻ പാടില്ല എന്നുള്ളൊരു നിർബന്ധമാണത് അവർക്ക്. ആരെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിഞ്ഞാൽ അവരെയൊക്കെ അടിക്കുക, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കുക, അതൊക്കെ വളരെ സ്വാഭാവികമായി നടക്കുന്നൊരു കാര്യമാണ് അവിടെ. ഇപ്പോൾ ന്യൂനപക്ഷം എന്ന് പറയുമ്പം ക്രിസ്ത്യൻ ഒരു മൈനോറിറ്റി മാത്രമല്ല, അതിൽ ഇസ്ലാം വരുന്നുണ്ട്, ബാക്കിയുള്ള കുറേ വിഭാഗങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഈ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താനായിട്ട് പലപ്പോഴും സാധിക്കുന്നില്ല. ഒരു രാഷ്ട്രീയ ഇടപെടലിന് വേണ്ടി ഈ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളിൽ ഈ കാലഘട്ടത്തിൽ വല്ലാതെ ബുദ്ധിമുട്ട് നേരിടുന്നില്ലേ? അല്ല, തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഒരു രാജ്യത്ത് മൊത്തം കൊടുക്കുന്ന ഒരു നറേറ്റീവ് എന്ന് പറയുന്നത് ഒരു 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 ഭൂരിപക്ഷ വർഗീയതയുടെ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അതിനകത്ത് എല്ലാവരും ഒന്നുമില്ല. ഇപ്പോൾ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന എത്രയോ ആളുകൾ ഇതിനെതിരായിട്ട് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് കൂട്ടിച്ചേർത്താൽ, ചില സ്ഥലങ്ങളിൽ മുസ്ലിങ്ങളെ ശത്രുക്കളാക്കും, ചില സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനികളെ ശത്രുക്കളാക്കും, ചില സ്ഥലങ്ങളിൽ ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ ശത്രുപക്ഷത്ത് നിർത്തും, ചില സ്ഥലങ്ങളിൽ അത് OBC വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരിക്കാം. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യത്തിനനുസൃതമായിട്ട് ഓരോ ശത്രുക്കളെ സൃഷ്ടിക്കുകയും ആ ശത്രുക്കളെ ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അവരെ ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ലൈൻ എന്ന് ജനങ്ങളെ ബോധിപ്പിക്കുകയും ചെയ്യുകയാണ്. അതാണ് BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിപ്പോൾ ഇപ്പോൾ കേരളത്തിലൊക്കെ കുറേയധികം ആളുകൾ വിചാരിച്ചിരുന്നത് ഇത് മണിപ്പൂരല്ലേ, കേരളമല്ലല്ലോ, അല്ലെങ്കിൽ ഇത് ഛത്തീസ്ഗഡിലാണല്ലോ, നമുക്കെന്താ കുഴപ്പം, അല്ലെങ്കിൽ ഇത് ഒഡീഷയിലാണല്ലോ, നമുക്ക് പ്രശ്നമൊന്നുമില്ല, നമ്മൾ സേഫാണ് എന്ന് വിശ്വസിച്ചിരുന്ന കുറേയധികം ആളുകൾ കേരളത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇത് ഛത്തീസ്ഗഡ് സംഭവത്തോടു കൂടി ഇത് മറ്റേ മണിപ്പൂരും ഒഡീഷയൊന്നും അല്ല, ഇത് കേരളത്തിലും നമുക്കും ഇത് സംഭവിക്കുക എന്നുള്ളൊരു ബോധ്യം ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ, അല്ലെങ്കിൽ നമ്മൾ സൈലൻ്റായി നിന്നാൽ ഇതിനിയും വ്യാപിക്കും. അത് ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും സംഭവിക്കാവുന്ന ഒന്നായി മാറും. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. നമ്മളെല്ലാവരെയും ചേർത്ത് നിർത്തണം. ഇപ്പോൾ അത് ന്യൂനപക്ഷമെന്നോ ഭൂരിപക്ഷമെന്നോ ഒന്നുമില്ല. ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഇത് മതേതര രാജ്യമാണ്. എല്ലാവർക്കും ഭരണഘടന ഉറപ്പ് കൊടുക്കുന്ന കുറേ അവകാശങ്ങളുണ്ട്. ആ അവകാശങ്ങളനുസരിച്ച് അവർക്ക് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ കൊടുക്കണമല്ലോ. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ രാജ്യം നമ്മളിപ്പോൾ പാകിസ്ഥാൻ പോലെ നമ്മൾ മാറിയിട്ട് കാര്യമില്ലല്ലോ. ഇപ്പോൾ ഈ സിസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഇഷ്യൂവായി ബന്ധപ്പെട്ട് കോൺഗ്രസിനെതിരെ അല്ലെങ്കിൽ CPM-നെതിരെ ഏറ്റവും കൂടുതൽ വരുന്നൊരു വിമർശനമാണ്. അത് യുവ രാഷ്ട്രീയ നേതാക്കളായിട്ടുള്ള ആൻ്റണി, ഷോൺ ജോർജൊക്കെ ശക്തമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് മുഴുവൻ ഒരു നാടകമാണ്. കോൺഗ്രസിനും CPM-നും ഇതിനൊന്നും ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. ഞങ്ങളാണ് അവിടെ പോയി A to Z കാര്യങ്ങൾ ചെയ്തത്. ഇവർ ഒത്തുകളിക്കുകയാണ്, ഇവർക്ക് പിന്നിൽ കളികളുണ്ട്. നിലമ്പൂർ ഇലക്ഷനിൽ നിങ്ങൾ കണ്ടതല്ലേ, അവസാനം ജമാഅത്തെ ഇസ്ലാമി വന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം, അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ, ഇപ്പോൾ നോർത്തിലെ ആ ഒരു രാഷ്ട്രീയമാണ് ഇവിടെ ബെറ്റർ എന്നുള്ള രീതിയിലുള്ള പ്രൊമോഷൻ, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥയെ കാര്യമായിട്ട് തന്നെ ബാധിക്കുന്നില്ല. ആളുകളുടെ ഒരു തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു മെൻറ്റാലിറ്റിയൊക്കെ അത് ബാധിക്കുന്നില്ല. അത് ഇലക്ഷനിലൊക്കെ പ്രതിഫലിക്കാൻ സാധ്യത ഉണ്ടോ? ഈ ഛത്തീസ്ഗഡ് സംഭവത്തിന് ശേഷം BJP-യുടെ വർത്തമാനം കേട്ട് കഴിഞ്ഞാൽ സത്യത്തിൽ ചിരി വരും. ബജരംഗദളൊക്കെ നിങ്ങളുടെ പാർട്ടിയാണോ എന്ന് വരെ തോന്നിപ്പോകുന്ന. അപ്പോൾ കേരളത്തിൽ നിന്നുള്ള BJP നേതാക്കൾ പറയുന്നത് ഞങ്ങളാണ് ഇടപെട്ടാണ് ജാമ്യം കൊടുത്തത്, ഇതിൻ്റെ ക്രെഡിറ്റ് മൊത്തം ഞങ്ങൾക്കാണ്. അപ്പോൾ എൻ്റെ അടുത്ത് 1-2 മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇതിൻ്റെ ക്രെഡിറ്റ് ആർക്കാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതിൻ്റെ ക്രെഡിറ്റ് എടുക്കാനായിട്ട് ഇത് ഗുസ്തി മത്സരമൊന്നും അല്ലല്ലോ,
ഇത് 2 കന്യാസ്ത്രീകൾക്ക് അന്യായമായിട്ട് അവരെ ജയിലിൽ പാർപ്പിച്ചു. അവരെ 9 ദിവസം ഇട്ട് പീഡിപ്പിച്ചു. അവർ വിദേശികളാണോ എന്ന് പോലുമാണ് ചോദിച്ചത് അവിടെ. അപ്പോൾ അങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നൊരു വലിയ പ്രയാസമുണ്ട്. അപ്പോൾ അതിനകത്ത് അവർക്ക് നീതി ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നടത്തിയൊരു ഇടപെടലാണ്. ഇപ്പോൾ ഈ ക്രെഡിറ്റ് അവകാശപ്പെടുന്ന BJPയുടെ ആളുകൾ, ഇവരെ ഈ റെയിൽവേ സ്റ്റേഷനിൽ പ്രശ്നമുണ്ടാക്കിയതും ഇവരെ ഹരാസ് ചെയ്തതും BJPയുടെ ഭാഗമായിട്ടുള്ള ബജ്രംഗ് ദളാണ്. അവർക്കെതിരെ കേസെടുത്തത് BJP സർക്കാരിന് കീഴിലുള്ള പോലീസാണ്. ആ കേസ് കോടതിയിൽ ശക്തമായിട്ട് എതിർത്ത് വാദിച്ചത്, ജാമ്യം കൊടുക്കാൻ പാടില്ല എന്ന് വാദിച്ചതും ഈ കേസ് NIAക്ക് വിടണമെന്നൊക്കെ വാദിച്ചത് സർക്കാരിൻ്റെ ഭാഗമായിട്ടുള്ള പ്രോസിക്യൂഷനാണ്. ഈ 9 ദിവസം ഇവരെ തടവിൽ പാർപ്പിച്ചതിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും ഇതിനകത്ത് BJPക്കും സംഘപരിവാറിനും RSSനും ഒക്കെ തന്നെയാണ്. എന്നിട്ട് അതേ BJPയുടെ ആളുകൾ വന്നിട്ട് പറയുകയാണ് ഞങ്ങളാണ് ജാമ്യം എടുത്തതെന്നൊക്കെ പറഞ്ഞാൽ ഇത് എന്താ പറയുക, നീ യഥാർത്ഥത്തിൽ പൊട്ടനാണോ അതോ പൊട്ടനായിട്ട് അഭിനയിക്കുന്നതാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ? ആ സംശയമാണ് നമുക്കൊക്കെ ഉള്ളത്. പിന്നെ BJP അവിടെ, കേരളത്തിൽ നിന്നുള്ള BJPയുടെ ആളുകൾ അവിടെ വന്നു എന്ന് പറയുന്നു. അവരവിടെ വരാൻ നിർബന്ധിതരാവുകയായിരുന്നു. അവർ ഇതുകൊണ്ട് ഈ വിഷയത്തോടുള്ള ആത്മാർത്ഥത കൊണ്ടൊന്നുമല്ല. കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലുണ്ടായ ഒരു വലിയ പ്രതിഷേധമുണ്ട്, അല്ലെങ്കിൽ ഒരു ആത്മരോക്ഷമുണ്ട്. സഭയുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായ പ്രതിഷേധ പരിപാടികൾ, മാധ്യമങ്ങൾ ഇതിനെ കൈകാര്യം ചെയ്ത ഒരു രീതി, മുഖ്യധാരാ മാധ്യമങ്ങൾ മുഴുവനും ഈ BJPയുടെ ഈ ഒരു രാഷ്ട്രീയത്തെ, അല്ലെങ്കിൽ ഇവരെ കന്യാസ്ത്രീകളെ അന്യായമായി തടങ്കിൽ പാർപ്പിച്ചതാണെന്നുള്ള ഒരു കാര്യം അത് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇവിടെ എല്ലാ മതവിഭാഗങ്ങളിലും പെട്ട ആളുകൾ ഇത് അന്യായമാണെന്നും ഇത് ശരിയല്ല എന്നും പറഞ്ഞുകൊണ്ട് പ്രതികരണവുമായി മുന്നോട്ട് വന്നു. അതിനകത്ത് ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല. അങ്ങനെ കേരളത്തിൻ്റെ പൊതുബോധം, കേരളത്തിൻ്റെ പൊതു മനസ്സ് ഈ കന്യാസ്ത്രീകളുടെ കൂടെയാണ് എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഗത്യന്തരമില്ലാതെ BJPയുടെ കുറേ ആളുകൾ അവിടെ വന്ന് ഞങ്ങളാണ് ജാമ്യം കൊടുത്തത്, അല്ലെങ്കിൽ ഞങ്ങളാണ് ഇടപെട്ടിട്ടാണ് ഇവരെ പുറത്തിറക്കിയത് എന്നൊക്കെ പറയാൻ ശ്രമിച്ചതാണ്. പിന്നെ കോൺഗ്രസിൻ്റെ ആളുകളും അല്ലെങ്കിൽ LDFൻ്റെ ആളുകളൊക്കെ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഞങ്ങളാണ് ആദ്യം, അതായത് MP-മാർ, ജനപ്രീതികൾ എന്ന നിലയിൽ MP-മാരും MLA-മാരും എന്ന നിലയിൽ AICC ആവശ്യപ്പെട്ടത് പ്രകാരം അവിടെ ആദ്യം എത്തിച്ചേരുന്നത് കോൺഗ്രസിൻ്റെ ഒരു ടീമാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഉണ്ടായ അവസ്ഥ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങളവിടെ എത്തിച്ചേരുന്ന ഇതിന് കൂടുതൽ മാധ്യമ ശ്രദ്ധ വരുന്നു. ഞങ്ങൾ ഈ കന്യാസ്ത്രീകളെ പോയി കണ്ട്, ഞങ്ങളാണ് ആദ്യം ഈ കന്യാസ്ത്രീകളെ നേരിൽ കണ്ട് ഈ കന്യാസ്ത്രീകൾക്ക് അനുഭവിക്കേണ്ടി വന്ന അവർക്ക് ഉണ്ടായ പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ ആദ്യം ഞങ്ങൾ പുറത്തു പറയുന്നത്. കാരണം ഞങ്ങൾ ഫസ്റ്റ് ഡേയിൽ അവരെ കാണാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഈ കന്യാസ്ത്രീകൾ ഞങ്ങളെ കണ്ടപ്പോൾ അവർ പൊട്ടിക്കരയായിരുന്നു. അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഞങ്ങളോട് അവർ നടന്ന സംഭവം മൊത്തം ഞങ്ങളോട് പറഞ്ഞു. അവർക്കൊരു തരത്തിൽ ഉൾക്കൊള്ളാം. അപ്പം ഞങ്ങൾക്ക് തന്നെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് അത്ഭുതം തോന്നി, അല്ലെങ്കിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കാത്ത തരത്തിലുള്ള ഒരു പീഡനമാണ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നത്. അപ്പം ഞങ്ങൾ പുറത്തിറങ്ങി വന്ന മാധ്യമങ്ങളോട് ഇത് മൊത്തം ഞങ്ങൾ പറഞ്ഞു, യഥാർത്ഥത്തിൽ എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളൊരു കാര്യം. അങ്ങനെ പിന്നീട് അതിന് ശേഷം CPMൻ്റെ പ്രതിനിധികൾ വന്നു, BJPയുടെ പ്രതിനിധികൾ വന്നു, പല ആളുകളും വന്നു. ഈ വന്ന ആളുകൾ മുഴുവനും ഈ കാര്യങ്ങൾ ആവർത്തിച്ച് ലോകത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതുപോലെ തന്നെ മാധ്യമങ്ങൾ നല്ല നിലയിൽ അത് ഏറ്റെടുത്തു. അങ്ങനെയാണ് കേരളത്തിൽ ഒരു വലിയൊരു ശതമാനം ആളുകൾ ഈ വിഷയത്തിനോടൊപ്പം നിൽക്കാൻ തയ്യാറായത്. അങ്ങനെ ഇതിനൊരു മാധ്യമ ശ്രദ്ധയും ഇതിനൊരു പൊതു സമൂഹത്തിൻ്റെ ശ്രദ്ധയും കിട്ടിയില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു ഈ കന്യാസ്ത്രീകളുടെ അവസ്ഥ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവിടെ നിരവധി ആളുകൾ ജയിലിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ 2 ആളുകളായിട്ട് ഇതും മാറിയേനെ. BJPക്കാരൊക്കെ അവസാനം ഗത്യന്തരമില്ലാണ്ട് ഈ വിഷയത്തിൽ വന്ന് അവർ ജാമ്യം എടുക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നൊക്കെ നാട്ടുകാരോട് പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ജനം കാണുന്നുണ്ട്. ഇതെല്ലാം ആളുകൾ എല്ലാവരും ഇവർ വിചാരിക്കുന്ന പോലെ എല്ലാവരും പൊട്ടന്മാരും എല്ലാവരും ഓർമ്മയില്ലാത്തവരൊന്നും അല്ലല്ലോ. ജനങ്ങൾക്ക് ഇതെല്ലാം മനസ്സിലാക്കാനുള്ള രാഷ്ട്രീയ ബോധമുണ്ട്, യാഥാർത്ഥ്യ ബോധമുണ്ട്. അതുകൊണ്ട് അതൊക്കെ അവർ മനസ്സിലാക്കും. അതിനകത്തൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള സംശയങ്ങളുമില്ല. BJP കളിച്ച ഈ നാടകങ്ങൾ, അവർ ചെയ്ത ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള എല്ലാ സംഭവങ്ങളും, ഇതിൻ്റെ ഉത്തരവാദികൾ ആരാണ്, ഇതിനെ സംബന്ധിച്ചൊക്കെ ആളുകൾക്ക് നല്ല ബോധ്യമുണ്ടെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ ആളുകൾക്ക് മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞാലും ചില രീതിയിലുള്ളൊരു മനം മാറ്റം, ഇപ്പോൾ ഈ ഒരു വിഭാഗം ആളുകൾ ഒരു സ്ഥലത്ത് പീഡനം അനുഭവിക്കുന്നു. നമുക്കറിയാം ഇത് ആദ്യത്തെ സംഭവമല്ല. ഒരുമാതിരിപ്പെട്ട വാർത്തകൾ വായിക്കുന്ന ആളുകൾക്കറിയാം ന്യൂനപക്ഷ പീഡനം, അല്ലെങ്കിൽ ഈ ക്രിസ്ത്യൻ മിഷണറിമാർക്കെതിരെയുള്ള ആക്രമണങ്ങൾ, അല്ലെങ്കിൽ ഇസ്ലാം മതവിശ്വാസികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ, ഇതൊക്കെ നടക്കുന്നുണ്ട് എന്ന് മിനിമം കോമൺ സെൻസ് ഉള്ള ആളുകൾക്കറിയാം. എന്നാൽ ഒരു വലിയ കൂട്ടം ആളുകളുടെ ഒരു മനംമാറ്റം,
നമ്മൾ സംഘപരിവാർ ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്നതാണ് നല്ലത്, അതാണ് എക്സിസ്റ്റൻസിന് നല്ലത് എന്നൊരു കൂട്ടം ആളുകൾ വിചാരിക്കുകയാണ്. ഇപ്പോൾ റോജർ തന്നെ പറഞ്ഞു, കുടുംബപരമായിട്ട് നമ്മൾ കോൺഗ്രസ് അനുഭാവമുള്ള ആളുകളാണ്. ഇപ്പോൾ കോട്ടയം മേഖലകളിൽ നിന്നൊക്കെ പോയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ മലയോര മേഖലകളിലുള്ള നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന ആളുകൾ, അപ്പം അങ്ങനെയുള്ള ആ ഒരു വിഭാഗത്തിൽ തന്നെ പെട്ട കുറേ ആളുകൾ ഒരു രാഷ്ട്രീയ മാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഷോൺ ജോർജിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്കറിയാം, അനൂപ് ആൻ്റണി ഉണ്ട്. അതേപോലെ തൃശ്ശൂരിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചു. എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവ വിഭാഗത്തിന് തന്നെ ഈ ഒരു കാര്യങ്ങൾ പലപ്പോഴും ഉൾക്കൊള്ളാനായിട്ട് പറ്റാത്തതും ഈ ഒരു മനംമാറ്റത്തിലേക്ക് പോകുന്നതും? അതെവിടെയാണ് നമ്മൾ ഫെയിലാവുന്നത്? അല്ല, താൽക്കാലികമായിട്ട് ചില തോന്നലുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം, അപ്പോൾ അവിടെ എല്ലാ വിഭാഗത്തിലും പെട്ട ആളുകൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ ഒരു വിഭാഗം സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പല ആളുകളും കരുതിയത് ഇത് സുരേഷ് ഗോപിയല്ലേ, മറ്റ് ബി ജെ പിക്കാരെ പോലെയല്ലല്ലോ എന്നാണ്. സുരേഷ് ഗോപി വ്യത്യസ്തനായിട്ടുള്ളൊരു ആളാണ് എന്നൊക്കെ കരുതി. പക്ഷേ അങ്ങനെ വോട്ട് ചെയ്തു, വിജയിപ്പിച്ചു. ഇപ്പോൾ കന്യാസ്ത്രീകളുടെ വിഷയം വന്നപ്പം ഈ സുരേഷ് ഗോപിയുടെ നിലപാട് എന്താണെന്നുള്ള എല്ലാവരും കണ്ടല്ലോ. അദ്ദേഹം ഒരു അക്ഷരം മിണ്ടിയില്ല. ജോർജ് കുര്യനൊക്കെ ഈ ബി ജെ പിയുടെ ലൈനിൽ നിന്നുകൊണ്ടാണ് സംസാരിച്ചത്. അതായത് അവിടെ മതപരിവർത്തനം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ കന്യാസ്ത്രീകൾ കുറ്റക്കാരാണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ സാധിക്കുമെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് യഥാർത്ഥത്തിലുള്ള ബി ജെ പിയുടെ ലൈൻ തന്നെയാണ്. അപ്പോൾ ജോർജ് കുര്യനായാലും ശരി, സുരേഷ് ഗോപി ആയാലും ശരി, ഇനി ഏത് ബി ജെ പി നേതാവായാലും ശരി, അവർക്കൊക്കെ RSSൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ളൊരു ലൈനുണ്ട്. ആ ലൈനിനപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല എന്ന് ഛത്തീസ്ഗഡ് സംഭവത്തോടു കൂടി ബോധ്യപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വിഭാഗം ആളുകൾക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, ഇവരൊക്കെ മറ്റുള്ള ബി ജെ പിക്കാരെ പോലെയല്ല, ഇവരൊക്കെ നല്ലവരാണ്, അല്ലെങ്കിൽ ഇവരൊക്കെ കുഴപ്പമില്ലാത്തവരാണെന്ന് കരുതിയവർക്കൊക്കെ അത് തെറ്റായിരുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ അത് തെറ്റിദ്ധാരണയായിരുന്നു എന്നുള്ളത് ഛത്തീസ്ഗഡ് സംഭവത്തോടു കൂടി ബോധ്യപ്പെട്ടിട്ടുണ്ട്. താങ്കൾ നേരത്തെ ചോദിച്ചു നിലമ്പൂർ ഇലക്ഷൻ്റെയൊക്കെ സമയത്ത്. ഇപ്പോൾ കേരളത്തിൽ ബി ജെ പിയുടെ നേതാക്കൾ ഈ വിഷയത്തിൽ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. RSS എന്താണ് പറഞ്ഞത്, ഇപ്പോൾ ഹിന്ദു ഐക്യവേദി പറയുന്നത്, അവരൊക്കെ ഈ കന്യാസ്ത്രീകളെ അധിക്ഷേപിക്കുന്ന, ആവർത്തിച്ച് അവരെ അധിക്ഷേപിക്കുന്ന നിലപാടാണ് അവരൊക്കെ സ്വീകരിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവിടെ മതപരിവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഇവരെന്നൊക്കെയുള്ള നിലയിൽ ഉള്ള പ്രചരണങ്ങളാണ് അവർ നടത്തിയിട്ടുള്ളത്. അപ്പോൾ പല ആളുകളും ഇപ്പം ബി ജെ പി ക്രൈസ്തവ വിഭാഗങ്ങളോട് ചേർന്ന് നിൽക്കുന്നു എന്നുള്ളൊരു പ്രചരണം നടത്തുമ്പോഴും ഇവരുടെ ബേസിക് ആയിട്ടുള്ള ഇവരുടെ ഐഡിയോളജി എന്ന് പറയുന്നത് അത് ഒരു വർഗീയ ഫാസിസ്റ്റ് ഐഡിയോളജിയാണ്. ഇപ്പം നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ മുൻ പ്രസിഡന്റ് കെ സുരേന്ദ്രൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അദ്ദേഹം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങളെ കേന്ദ്രീകരിച്ച് ബി ജെ പി നടത്തിയ പ്രചരണം തെറ്റായിപ്പോയി. ബി ജെ പിയുടെ അടിസ്ഥാന രാഷ്ട്രീയം എന്ന് പറയുന്നത് ഹിന്ദുത്വ പൊളിറ്റിക്സ് ആണ്, അതിൽ നിന്ന് മാറാൻ പാടില്ല എന്ന് നിലമ്പൂർ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ബി ജെ പിയുടെ ഒരു സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ആളാണ് പറയുന്നത്. അപ്പോൾ ഈ ക്രൈസ്തവ പ്രീണനം, അല്ലെങ്കിൽ കേക്ക് കൊണ്ട് കൊടുക്കുന്നു, അല്ലെങ്കിൽ എന്താ പറയുന്ന അരമനകളിൽ കയറി ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്നത്, ഇത് താൽക്കാലികമായിട്ടുള്ള രാഷ്ട്രീയ ലാഭം നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഇവരുടെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ വേറൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ഇപ്പോൾ ഒരു സിനിമയ്ക്കകത്ത് സ്വരാജ് വെഞ്ഞാറമ്മൂട് പറയുന്നുണ്ട്, എത്ര കോട്ടും സ്യൂട്ടും മേക്കപ്പൊക്കെ ഇട്ട് പോയാലും കുറേ കഴിയുമ്പോൾ ഉള്ളിലെ ഫ്രോഡ് തള്ളി പുറത്തു വരുമെന്ന്. അപ്പോൾ ഛത്തീസ്ഗഡ് സംഭവത്തോടുകൂടി ബി ജെ പിയുടെ ഉള്ളിലെ ഫ്രോഡ് പുറത്തു വന്നു എന്നുള്ളതാണ്. അത് ആളുകൾക്ക് കുറേ കൂടി ബോധ്യമായിട്ടുണ്ട് ഈ സംഭവത്തിൽ. അപ്പോൾ അത് ഞങ്ങളിത് നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞങ്ങളെപ്പോഴും ആവർത്തിച്ച് പറയുന്നുണ്ട്, ഇവർ ഈ അരമനകളിൽ പോയപ്പോഴും അല്ലെങ്കിൽ ഈ കേക്ക് കൊണ്ട് കൊടുക്കാൻ പോയപ്പോൾ സമയത്തൊക്കെ ഞങ്ങൾ പറയുന്നുണ്ട്, ഇത് തട്ടിപ്പാണ്, ഇവർ ആട്ടിൻതോലണിഞ്ഞ ചെന്നായ്ക്കളാണെന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ കുറേ ആളുകൾക്ക് തെറ്റിദ്ധാരണയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് ആ ധാരണ മാറിയിട്ടുണ്ട്, തെറ്റിദ്ധാരണ മാറിയിട്ടുണ്ട്. ഇവരുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നുള്ള ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ ബി ജെ പിക്കാർ തന്നെ ഉന്നയിക്കുന്ന ഒരു വിമർശനമുണ്ട്, ഈ നിർബന്ധിത മതപരിവർത്തനത്തെ തടയുന്നതുമായി ബന്ധപ്പെട്ട ഒരു നിയമം, ആ ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്യുന്നത്. അപ്പോൾ ഈ നിയമനിർമ്മാണത്തിൽ കോൺഗ്രസിൻ്റെ ഒരു ഇടപെടലുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിങ്ങനെ ആയത് എന്നുള്ളൊരു വിമർശനം വരും. അത് അടിസ്ഥാനരഹിതമാണ്. കാരണം മധ്യപ്രദേശിൽ 1968 ഈ നിയമം പാസ്സാക്കുമ്പോൾ അത് കോൺഗ്രസിൻ്റെ ഗവൺമെൻറ് അല്ല. അന്ന് ഗോവിന്ദ് നാരായണൻ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രി, അവർ കുറേ MLA-മാരെല്ലാം കൂടെ ചേർന്ന് ഒരു സംയുക്ത വിധായക് ദൾ എന്ന് പറഞ്ഞൊരു മുന്നണിയൊക്കെ രൂപീകരിച്ച് ആ ഗവൺമെൻറ്റാണ് ഈ നിയമം പാസ്സാക്കുന്നത്, കോൺഗ്രസ് ഗവൺമെൻറ് അല്ല. അപ്പം ഇത് ഇങ്ങനൊരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ
ഈ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്ന കുറേ കാര്യങ്ങളാണിതൊക്കെ, അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുണ്ടായ ഒരു പ്രചരണം. പിന്നെ നിർഭാഗ്യവശാൽ ആ പ്രചരണം ഇവിടുത്തെ CPM-കാർ ഏറ്റെടുത്തു. കാരണം ഇത് CPM-കാരാണ് അതിന് ഏറ്റവും കൂടുതൽ പ്രചരണം കൊടുത്തത്. അപ്പോൾ അത് തെറ്റായ ഒരു കാര്യമാണ്. ഛത്തീസ്ഗഡിലെ ആ ഒരു കാര്യത്തിലേക്ക് തന്നെ വരുമ്പോൾ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ കേസ് നിലനിൽക്കുന്നത്, അതും NIA കോടതിയിൽ നിന്നിട്ട് ജാമ്യം അനുവദിച്ച കേസ്, ഈ കേസ് നിലനിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പൂർണ്ണമായിട്ടുള്ള ഒരു ഫ്രീഡത്തിലേക്ക് അവരെത്തിയിട്ടില്ല. അതിൻ്റെ നൂലാമാലകളുമായിട്ട് ഇനിയും നടക്കേണ്ടി വരില്ലേ? ഇപ്പോൾ ജാമ്യം കൊടുത്തത് ഞങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, BJPയുടെ ആളുകൾ. ഞങ്ങൾക്ക് അവരോട് പറയാനുള്ളത്, ഈ കേസിൽ ഈ കന്യാസ്ത്രീകൾക്ക് യഥാർത്ഥത്തിൽ നീതി ലഭിക്കണമെങ്കിൽ ഈ കേസ് റദ്ദ് ചെയ്യപ്പെടണം, FIR കോഷ് ചെയ്യപ്പെടണം. കാരണം NIA കോടതിയിൽ ഇപ്പോൾ ഈ കേസ് നിൽക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞത് NIA ഏറ്റെടുക്കേണ്ട കേസല്ല, NIA ഇത് എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ ഈ കോടതിയുടെ വിധി വന്നു കഴിഞ്ഞപ്പോൾ ആ വിധി, ആ വേർഡിക്റ്റ് വായിച്ചാൽ ഇത് NIA കേസായി മാറി. ഇവർ സ്റ്റേറ്റ് NIA എന്നൊക്കെ പറഞ്ഞ് ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ പോലും ഇതിപ്പോൾ NIAയുടെ കേസാണ്. NIAയുടെ കേസാണ്. അപ്പോൾ ജാമ്യം കിട്ടിയെന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. അതിൻ്റെ ബെയിൽ കണ്ടീഷൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. ആ ബെയിൽ കണ്ടീഷൻസൊക്കെ കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതാണ്ട് കൊടും ക്രിമിനലുകൾക്ക് കൊടുക്കുന്ന ജാമ്യം കൊടുക്കുമ്പോഴാണ് ഇമാതിരിയുള്ള ബെയിൽ കണ്ടീഷൻസൊക്കെ വയ്ക്കുന്നത്. അപ്പോൾ ഈ കന്യാസ്ത്രീകൾ നിരപരാധികളാണെന്നുള്ളത് മൊത്തം ആളുകൾക്ക് മനസ്സിലായി. പക്ഷേ ഇപ്പോഴും അവർ നിയമത്തിന് മുമ്പിൽ അവർ കുറ്റക്കാരാണ്. ഈ ചാർജസ് അവരുടെ പേരിൽ നിൽക്കുകയാണ്. അവർ ആതുര സേവനം നടത്തുന്നവരാണ്. അവർ പല സ്ഥലങ്ങളിലും, ഇപ്പോൾ UP യിലും അതുപോലെ തന്നെ മധ്യപ്രദേശിലൊക്കെ അവർ പോയി പല ആദിവാസി മേഖലകളിലൊക്കെ സേവനം നടത്തുന്ന ആളുകളാണ്. കോടതി കേസ് നിൽക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊക്കെ നേരെ കേസുണ്ട്, പല കേസുകളുണ്ട്. നമുക്ക് രാഷ്ട്രീയ കേസുകളാണ്. ഞങ്ങൾ ജാമ്യം എടുത്ത് നടക്കുകയാണ്. പക്ഷെ എന്താ പ്രശ്നം? മാസത്തിൽ ഒരു ദിവസം ചുരുങ്ങിയത് ഞങ്ങൾ കോടതിയിൽ പോയി രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ നിൽക്കേണ്ടി വരാറുണ്ട് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട്. ആ നിലയ്ക്ക് നമുക്ക് ഈ കന്യാസ്ത്രീകളെ അനന്തമായി നിയമക്കുരുക്കിലേക്ക്, നിയമ നടപടികളിലേക്ക് വിട്ടുകൊടുക്കാൻ കഴിയില്ലല്ലോ. അതും NIA കേസുകളാണ്. അത് NIA കേസാണ്. അപ്പോൾ ഈ സർക്കാരിന്, BJPക്ക് ഇക്കാര്യത്തിൽ എന്തെങ്കിലും ആത്മാർത്ഥതയോ ഇവരെ സഹായിക്കണമെന്ന് ഉദ്ദേശമുണ്ടെങ്കിൽ അടിയന്തിരമായി ഈ കേസ് റദ്ദ് ചെയ്യണം. നമ്പർ 1. നമ്പർ 2, ഇതിൽ നിരപരാധികളായിട്ടുള്ള കന്യാസ്ത്രീകൾ ജയിലിൽ കിടന്ന് ഈ പീഡനമൊക്കെ അനുഭവിച്ചു. ഇതിൽ യഥാർത്ഥ കുറ്റവാളികളായിട്ടുള്ള ബജറംഗ് ദളുകാരുണ്ട്. അവർ മാന്യന്മാരായിട്ട് പുറത്ത് കിടക്കുകയാണ്. അവർക്കെതിരെ കേസെടുത്തിട്ടില്ല. അവർക്കെതിരെ പരാതി കൊടുത്തു. ഈ പെൺകുട്ടികളുടെ കുടുംബം തന്നെ അവർക്കെതിരെ പരാതി കൊടുത്തു. ഈ ജ്യോതി ശർമ്മ എന്ന് പറയുന്ന ഈ അതിക്രമത്തിനൊക്കെ നേതൃത്വം കൊടുത്ത ഒരു ലേഡിയുണ്ട്. അവർ നിരവധി കേസുകളിൽ പ്രതിയാണ്. ഛത്തീസ്ഗഡ് പോലീസിൻ്റെ കണക്കിൽ അവർ അബ്സ്കോണ്ടിങ് ആയിട്ടുള്ള ആളാണ്. എന്ന് വെച്ചാൽ പിടികിട്ടാപ്പുള്ളിയാണ്. ഈ പിടികിട്ടാപ്പുള്ളിയാണ് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ട് ഇവരെ മർദ്ദിക്കാനും ഇവരെ അധിക്ഷേപിക്കാനും ഇവരെ ഹരാസ് ചെയ്യാനൊക്കെ നേതൃത്വം കൊടുക്കുന്നത്. അവരെ അപ്പോൾ പീഡിപ്പിക്കുന്നവരെ ഭീഷണിപ്പെടുത്തി. അപ്പോൾ അവർക്കെതിരെ ഒരു കേസെടുക്കാനായിട്ട് പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. അപ്പം ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ കേസ് റദ്ദ് ചെയ്യപ്പെടണം. അതുപോലെ തന്നെ ഈ ബജറംഗ് ദളുകാർക്കെതിരെ കേസെടുത്ത് അവർക്ക് എതിരെ നിയമ നടപടിയും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. ചോദിക്കുന്നത് എത്ര ശരിയാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഈ കേസ് റദ്ദ് ചെയ്യപ്പെടാനായിട്ടുള്ള സാധ്യതയും അതൊക്കെ അവർ പോലീസ് വിചാരിച്ചാൽ വളരെ എളുപ്പത്തിൽ ചെയ്യാം. അല്ല, ഞാൻ ചോദിക്കുന്നത്, അവർ ആ ഇനീഷ്യേറ്റീവ് എടുക്കുമോ? അത് എടുക്കണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഇവിടെ BJP ഇവർ പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ ജാമ്യം കൊടുത്തു എന്നൊക്കെ പറയുന്നവരുണ്ടല്ലോ. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അവർ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ പോലീസിന് ഈ കേസ് ഒരാഴ്ച കൊണ്ട് ക്ലോസ് ചെയ്യാം. അത്ര എളുപ്പത്തിൽ പോലീസിന് ചെയ്യാവുന്നുള്ളൂ. പോലീസിന് അന്വേഷണം പൂർത്തീകരിച്ച് അവർക്ക് പറയാം ഇത് കേസിനകത്ത് അടിസ്ഥാനമില്ല എന്നുള്ളത്. പോലീസ് റിപ്പോർട്ട് കൊടുത്താൽ കേസ് അവിടെ ക്ലോസ് ചെയ്യപ്പെടും. അത് ചെയ്യാൻ ഇവർ തയ്യാറാവുമോ? അവർ തയ്യാറാവില്ല. അവരിതിങ്ങനെ അനന്തമായിട്ട് ഇനി നീട്ടിക്കൊണ്ട്, ഇവർ ജാമ്യം കിട്ടിയതുകൊണ്ട് കേസ് അവിടെ അവസാനിക്കുന്നില്ല. കേസ് ആത്യന്തികമായിട്ട്, അല്ലെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും ഇത് അവസാനിപ്പിക്കണ്ടേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭീഷണി. ആ ഒരു ഭീഷണി നോർത്തിൽ ബാക്കിയുള്ള സന്യാസ സമൂഹങ്ങൾക്കും ഒരു വാണിംഗ് ആയിട്ട് BJP ഇതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയ കാര്യം, BJP ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് അവിടെ നോർത്ത് ഇന്ത്യയിൽ അവർ ഈ സന്യാസ സമൂഹങ്ങൾക്ക്, മിഷൻ പ്രവർത്തകർക്ക്, സഭയുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൊടുത്ത ഒരു മെസ്സേജാണ്, ഒരു വാണിംഗ് ആണ്. അതായത് ഞങ്ങൾ വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നുള്ള, നിസ്സാരമാണ് കാര്യങ്ങൾ, ഇത്ര എളുപ്പത്തിൽ വേണമെങ്കിൽ ഇങ്ങനൊരു കേസിൽ പെടുക്കാം, അല്ലെങ്കിൽ കേസിൽ പെടുത്താം, വേണമെങ്കിൽ കേസിൽ കൊടുക്കാം എന്നുള്ള ഒരു മെസ്സേജാണ് കൊടുക്കാൻ ശ്രമിച്ചതെന്നാണ് ഞാൻ കരുതുന്നത്. മുന്നേക്ക് മാധ്യമപ്രവർത്തകർക്ക് നേരെയും എത്രയോ ആളുകൾക്ക് ഉണ്ടായിട്ടുണ്ട്. മാധ്യമപ്രവർത്തകർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് തന്നെയാണ് അവരിതിനെ നോക്കിക്കാണുന്നത്. ഇപ്പോൾ നടക്കുന്ന ഒരു ചർച്ചയിൽ ഒരു യുവ നേതാവ്, BJPയുടെ യുവ നേതാവ് പറഞ്ഞൊരു കാര്യമാണ്. അതിൻ്റെ ഉദ്ദേശം എനിക്ക് റോജ് ചേട്ടൻ തന്നെ ഒന്ന് മനസ്സിലാക്കി തരികയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു. ഈ സഭയുടെ പ്രതിഷേധങ്ങൾ,
കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ. ഇവിടെയെല്ലാം SDP-യുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ആളുകൾ അതിൽ നുഴഞ്ഞു കയറി. ചിലയിടങ്ങളിൽ ഐഡൻറ്റിഫൈ ചെയ്തു, ചിലയിടങ്ങളിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഈ SDP-യുടെ സാന്നിധ്യം അല്ലെങ്കിൽ അതിനകത്ത് എടുത്തു പറഞ്ഞൊരു വാക്കുണ്ട്, തട്ടമൊക്കെ ഇട്ടിട്ടുള്ള ആളുകളല്ലേ പാലായിലൊക്കെ വന്ന് പ്രതിഷേധിച്ചത്, അങ്ങനെയുള്ള ആളുകൾ തന്നെയാണ് ഇവിടെയും വന്നത് എന്നുള്ള ഒരു ടോണ്. അപ്പോൾ ഈ സാന്നിധ്യത്തെ ഇവിടെ ഇപ്പോൾ എടുത്തു പറഞ്ഞ് ഒരു നറേറ്റീവ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? ഞാൻ ഈ പ്രസ്താവന കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഞാൻ ഈ ഛത്തീസ്ഗഡ് സംഭവം ഉണ്ടായതിന് ശേഷം ഇവിടെ നടക്കുന്ന കുറേ ചർച്ചകളിങ്ങനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ളൊരു വാദമാണ് BJP-യുടെ ഒരു യുവ നേതാവ് പറഞ്ഞത്. ഈ സഭ മുൻകൈയെടുത്ത് നടത്തിയ പല പ്രതിഷേധങ്ങളിലും SDP-യുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയൊക്കെ ആളുകൾ നുഴഞ്ഞു കയറി അവർ കുഴപ്പമുണ്ടാക്കും. അല്ലെങ്കിൽ അത് അവർ പറഞ്ഞത് പല സ്ഥലങ്ങളിലും സഭാ നേതൃത്വത്തിൻ്റെ അറിവോടെയും ചില സ്ഥലങ്ങളിൽ അവരുടെ അറിവ് കൂടാതെയും ഒക്കെ ഇങ്ങനെ ആളുകൾ വന്നു എന്നാണ്. ഒന്നാമത്തെ കാര്യം, ഇത് ആ നടന്ന പ്രതിഷേധങ്ങളെ, പ്രത്യേകിച്ച് ഇപ്പം അങ്കമാലിയിൽ ഉൾപ്പെടെ അത് വന്നു എന്നാണ് അദ്ദേഹം അതെ പറഞ്ഞത്. അതെ, അങ്കമാലി എടുത്ത് പറഞ്ഞു. അത് അങ്കമാലിയൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്കമാലിയിൽ നടന്ന പ്രതിഷേധത്തെക്കുറിച്ചൊക്കെ എനിക്കറിയാം. അവിടെ നിരവധി പള്ളികളിൽ നിന്നൊക്കെ ആയിരക്കണക്കിന് ആളുകളാണ് അവിടെ വന്ന് ഈ പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. അന്ന് അഭിയന്തരായിട്ടുള്ള പാമ്പ്ലാനി പിതാവാണ് അത് ഉദ്ഘാടനം ചെയ്തതൊക്കെ. അപ്പോൾ അവിടെയൊക്കെ SDP-യുടെ ആളുകൾ വന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ സഭയെ തന്നെ അധിക്ഷേപിക്കുന്നതാണ്. കാരണം സഭയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ SDP-യും ജമാഅത്തെ ഇസ്ലാമിയൊക്കെ വന്നാണ് അവിടെ ആളെ കൂട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സഭയെയും സഭയുടെ നിലപാടുകളെയൊക്കെ അധിക്ഷേപിക്കുന്നതാണ് ഒന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ഇതിൻ്റെ ഇങ്ങനെ പറയാനുള്ള കാരണമെന്ന് ഞാൻ ആലോചിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, BJP-യുടെ കേരളത്തിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ക്രൈസ്തവരെയും മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിച്ച് നിർത്തുന്ന ഒരു രാഷ്ട്രീയമാണ് അവരിപ്പോൾ പയറ്റിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട്. ഇപ്പോൾ ക്രൈസ്തവ വിഭാഗങ്ങളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് അവർ ഇവിടെ എടുത്തിരിക്കുന്ന ഒരു പൊളിറ്റിക്കൽ ലൈൻ എന്ന് പറയുന്നത് ക്രിസ്ത്യൻസിനെ മുസ്ലിങ്ങളെയും തമ്മിലടിപ്പിക്കുക, മുസ്ലിങ്ങളെ ശത്രുപക്ഷത്ത് നിർത്തുക, എന്നിട്ട് ക്രൈസ്തവരോട് പറയുക മുസ്ലിങ്ങൾ നിങ്ങളുടെ ശത്രുക്കളാണ്, അപ്പോൾ നിങ്ങളെ സഹായിക്കാനായിട്ട് ഞങ്ങളാണുള്ളത്. ഈ ഒരു ലൈനാണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് BJP കേരളത്തിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഛത്തീസ്ഗഡ് സംഭവത്തിൽ ഈ നറേറ്റീവ് മൊത്തം പൊളിഞ്ഞു. ക്രൈസ്തവരുടെ കൂടെ ഞങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു നറേറ്റീവ് ഈ ഛത്തീസ്ഗഡ് വിഷയത്തിൽ പൊളിഞ്ഞു വീണു. അപ്പോൾ ഇനിയിപ്പോൾ BJP-യുടെ മുമ്പിലുള്ള അടുത്ത പോംവഴി, ഇനി വരും നാളുകളിൽ നിങ്ങൾ നോക്കിയോ, യു ക്യാൻ മാർക്ക് മൈ വേർഡ്സ്, വരും നാളുകളിൽ ഇവിടെ BJP ശ്രമിക്കുന്നത് വീണ്ടും ഒരു ക്രിസ്ത്യൻ മുസ്ലിം വിഷയം കേരളത്തിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമായിരിക്കും BJP-യുടെ ഭാഗത്തുനിന്ന്. ഈ രണ്ട് മതവിഭാഗങ്ങളെ തമ്മിലടിപ്പിച്ച് എങ്ങനെ അതിനകത്തുനിന്ന് മുതലെടുപ്പ് നടത്താൻ എന്നുള്ള ഒരു ശ്രമമായിരിക്കും BJP നടത്തുന്നത്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസത്തെ ഈ BJP നേതാവിൻ്റെ ഈ പ്രസ്താവനയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയണം. കാരണം ഇങ്ങനെ ആളുകളെ ഇപ്പം മുനമ്പത്തായാലും ഒക്കെ നടത്തിയിട്ടുള്ള BJP-യുടെ ഒരു ശ്രമം എന്ന് പറയുന്നത് അതാണ്. മുൻപത്ത് ഈ മാധ്യമങ്ങളെയൊക്കെ കൂട്ടുപിടിച്ച് വലിയൊരു പ്രചരണം നടത്തി. എന്നിട്ട് അവിടെ എന്താ പറഞ്ഞത്, ഞങ്ങളിതാ ക്രൈസ്തവരെ എല്ലാം സംരക്ഷിക്കും, അല്ലെങ്കിൽ മുനമ്പത്തെ ആളുകൾക്ക് ഭൂമി കൊടുക്കും, വഖഫ് ബില്ല് ഞങ്ങൾ പാസ്സാക്കി എല്ലാം കൊണ്ടുവരും, ഇപ്പോൾ എല്ലാ പ്രശ്നവും തീരുമെന്ന് പറഞ്ഞു. ഇപ്പോൾ വഖഫ് ബില്ല് പാസ്സായി എത്രയോ മാസങ്ങൾ കഴിഞ്ഞു, മുനമ്പത്തെ വിഷയം തീർന്നോ? മുനമ്പത്തെ വിഷയം തീർന്നിട്ടില്ല. മുനമ്പത്തെ വിഷയം അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അന്നും പറഞ്ഞിരുന്നു, ഈ വഖഫ് ബില്ല് വന്നതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അവിടുത്തെ ഈ BJP-യുടെ നിലപാടൊന്നും ഇവിടുത്തെ ക്രിസ്ത്യാനികളെയും സഹായിക്കില്ല, ഇവിടുത്തെ മുസ്ലിങ്ങളെയും സഹായിക്കില്ല, ഇവിടുത്തെ ഹിന്ദുക്കളെയും സഹായിക്കില്ല. ഇതൊക്കെ സമൂഹത്തിൽ ചേരിതിരിവ് ഉണ്ടാക്കാൻ വേണ്ടി മാത്രമുള്ള ആയുധങ്ങളാണ് എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഇത്രയും മാസങ്ങൾക്ക് ശേഷം, ഇത്രയും നാളുകൾക്ക് ശേഷം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ കോൺഗ്രസ് അന്ന് മുന്നോട്ട് വച്ചത് പറഞ്ഞ കാര്യങ്ങൾ യാഥാർത്ഥ്യമാണെന്ന് ഇപ്പോൾ ഒരിക്കൽ കൂടി വ്യക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇതിൻ്റെയൊക്കെ ആത്യന്തികമായിട്ട് നമ്മൾ കാണുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത്, ഛത്തീസ്ഗഡ് വിഷയം ഉണ്ടായപ്പോൾ എന്നെ വളരെയധികം സ്പർശിച്ച ഒരു കാര്യമുണ്ട്. ഇവിടെ ആലുവ MLA ശ്രീ അൻവർ സാദത്ത്, അദ്ദേഹം ഒരു ദിവസം രാവിലെ ഇറങ്ങി വൈകുന്നേരം വരെ ഈ കന്യാസ്ത്രീകൾക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, കന്യാസ്ത്രീകൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സത്യാഗ്രഹം ഇരുന്നു ആലുവയിൽ. അപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിച്ചു, ഞാനിങ്ങനെ ഒരു സത്യാഗ്രഹം ഇരിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും ഇരിക്കണം, ഞാനപ്പോൾ ഛത്തീസ്ഗഡിലാണ്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് നടത്തണം എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ സത്യാഗ്രഹം ഇരിക്കുകയാണ്. അത് വെള്ളിയാഴ്ച ദിവസമാണ്. അദ്ദേഹം തികഞ്ഞ മുസ്ലിം മതവിശ്വാസിയാണ്. അപ്പോൾ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് അദ്ദേഹത്തിന് നിസ്കാരത്തിന് അല്ലെങ്കിൽ പള്ളിയിൽ പോകേണ്ട സമയമായപ്പോൾ അദ്ദേഹം ആ സമയത്ത് പള്ളിയിൽ പോയി. അദ്ദേഹം പള്ളിയിൽ പോയി നിസ്കരിച്ച് തിരിച്ചു വന്നു. എന്നിട്ട് അദ്ദേഹം സത്യാഗ്രഹം തുടർന്നു. അദ്ദേഹം പള്ളിയിൽ പോയ സമയത്ത് ആ സത്യാഗ്രഹ പന്തലിൽ
അദ്ദേഹത്തിന് പകരം അവിടെ സത്യാഗ്രഹം ഇരുന്നത് കുറേ കന്യാസ്ത്രീകളും അച്ഛന്മാരാണ്. ആ കന്യാസ്ത്രീകൾ സാദത്തിനോട് പറഞ്ഞത് MLA പോയി നിസ്കരിച്ചിട്ട് പോരാൻ ഞങ്ങളിവിടെ ഇരുന്നോളാന്ന് പറഞ്ഞ്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു കാര്യമാണ്. സത്യത്തിൽ ഇതാണ് നമ്മുടെ നാട്. ഈ ഒരു സഹവർത്തിത്വമാണ് കോൺഗ്രസ് എന്നും ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുന്ന ഒരു കമ്മ്യൂണൽ ഒരു ഹാർമണി ഉണ്ട്. ഈ ഒരു സമാധാനമുണ്ട്. ഈ ഒരു സ്നേഹബന്ധമുണ്ട്. അത് കമ്മ്യൂണിറ്റികൾ തമ്മിൽ, വ്യക്തികൾ തമ്മിലൊക്കെ നമുക്ക് ആ ഒരു സ്നേഹബന്ധത്തിൽ മുന്നോട്ട് അതാണ് നമ്മുടെ മതേതരത്വത്തിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. ആ മതേതരത്വമാണ് കോൺഗ്രസ് എന്നും ഉയർത്തി കാണിക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ അതാണ് നമ്മുടെ നാടിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. കേരളത്തെ മറ്റു നാടുകളിൽ നിന്നൊക്കെ എന്നും വ്യത്യസ്തമാക്കുന്നത്, അല്ലെങ്കിൽ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രകൃതി ഭംഗി കൊണ്ട് മാത്രമല്ല. ഞാനീ പറഞ്ഞതാണ് യഥാർത്ഥത്തിൽ കേരളത്തെ ഒരു ഗോഡ്സ് ഓൺ കൺട്രിയാക്കി മാറ്റുന്നത്. അപ്പോൾ അതിന് അതിനെ എങ്ങനെയെങ്കിലുമൊക്കെ എന്താ പറയുന്നത്, ഒരു കോലിട്ടിളക്കി, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കോലിട്ടിളക്കി അതിനകത്തുനിന്ന് മുതലെടുപ്പ് നടത്താനാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നറേറ്റീവ് ഒക്കെ വരുന്നത്. ഇപ്പോൾ ഈ BJPയുടെ ഭാഗത്ത് നിന്ന് സംസാരിക്കുന്ന ആളുകൾക്കൊന്നും പലപ്പോഴും ഒരു ക്രെഡിബിലിറ്റി ഒന്നും അവർ മുന്നോട്ട് വയ്ക്കുന്നില്ല. ഇപ്പോൾ നമുക്ക് അവരോട് ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരവൊന്നുമില്ല, സോഴ്സ് ഒന്നും കാണിക്കാനൊന്നുമില്ല. ഈ നിരന്തരമായിട്ടുള്ള വർഗീയ പരാമർശങ്ങൾ, ഇതുപോലെയുള്ള ചില വർഗീയ ലഹളകൾക്ക് വരെ കാരണമാവുന്ന തരത്തിലേക്കുള്ള മരുന്നിട്ട് കൊടുക്കുന്ന പരിപാടികൾ, ഇതൊക്കെ ഇങ്ങനെ നിർബാധം ഇവർ ചെയ്യുമ്പോഴും കേരളത്തിൻ്റെ സർക്കാർ ഇവർക്കെതിരെ ആക്ഷൻ എടുക്കാത്തതുപോലെയൊക്കെ ജനങ്ങൾക്കും തോന്നുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പേടിക്കുന്നുണ്ടോ സർക്കാർ നോക്കി നിൽക്കുകയാണ്. സർക്കാർ? കാരണം വലിയ തോതിലുള്ള ഒരു വെറുപ്പിൻ്റെ രാഷ്ട്രീയം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മുഖമില്ലാത്ത കുറേ ആളുകൾ അവർ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ നടത്തുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൊക്കെ നടത്തുന്ന പ്രചരണങ്ങൾ, പ്രത്യേകിച്ച് ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് വാട്സപ്പ് കൂട്ടായ്മകളിലാണ്. നമ്മൾ ചിന്തിക്കുക പോലും ചെയ്യാത്ത കാര്യങ്ങളാണ് അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിങ്ങനെ ആളുകൾ സർക്കുലേറ്റ് ചെയ്യുന്നു. ഇതൊക്കെ ആളുകളുടെ ഒരു മനസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ സാധിക്കുന്ന പല കാര്യങ്ങളുമാണ്. പക്ഷേ ഈ ഒരു വെറുപ്പിൻ്റെ ഒരു രാഷ്ട്രീയം, ഇതിനെ പ്രതിരോധിക്കാനുള്ള ഉത്തരവാദിത്വം ഇവിടുത്തെ പോലീസിനും സർക്കാരിനും ഒക്കെ ഉണ്ട്. അതെ. പക്ഷേ സർക്കാരൊന്നും ഇത്തരം കാര്യങ്ങളിലൊന്നും യാതൊരു ഇടപെടലും നടത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കില്ല. ഇത് ആയിക്കോട്ടെ എന്നുള്ളൊരു ലൈനാണ്. പിന്നെ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇവിടെ BJPയുടെ ഒരു രാഷ്ട്രീയത്തിന് വളരാനായിട്ടുള്ളൊരു അല്ലെങ്കിൽ അവർക്കൊരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് സർക്കാരും CPM ശ്രമിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ കാണുന്ന കാര്യം, ഇപ്പോൾ CPMനെ സംബന്ധിച്ച് അവരുടെ മുഖ്യ ശത്രു കോൺഗ്രസ് ആണ്. BJPയെ സംബന്ധിച്ചും അവരുടെ ശത്രു കോൺഗ്രസ് ആണ്. CPM ആഗ്രഹിക്കുന്നത് ഒരു തുടർഭരണമാണ് അവരാഗ്രഹിക്കുന്നത്. ഇപ്പോൾ അവർക്ക് തുടർഭരണം അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്തുന്ന ആരായിരിക്കും? കോൺഗ്രസ് ആയിരിക്കും. അപ്പോൾ CPMൻ്റെ ആവശ്യം കോൺഗ്രസിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ്. BJPയുടെ ആവശ്യവും കോൺഗ്രസിനെ CPM വേണമെങ്കിൽ ജയിച്ചോട്ടെ, കോൺഗ്രസിനെ വീണ്ടും പരാജയപ്പെടുത്തിയാൽ ഇവിടെ BJPക്ക് ഒരു പ്രതിപക്ഷമായിട്ട് ഉയർന്നു വരാൻ സാധിച്ചേക്കും. അപ്പോൾ ഇരു കൂട്ടരുടെയും, CPMൻ്റെയും BJPയുടെയും ആവശ്യം ഇന്നത്തെ കേരള രാഷ്ട്രീയ സാഹചര്യത്തിൽ കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് BJPയും CPMും പരസ്പരം അവരുടെ ഒരു പൊളിറ്റിക്സ്, അവർ പരസ്പരം പാലൂട്ടി വളർത്തുന്ന ശത്രുക്കളായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയാണ്. കാരണം രണ്ടു പേർക്ക് ഒറ്റ ടാർഗറ്റേ ഉള്ളൂ, കോൺഗ്രസിനെ തോൽപ്പിക്കുക എന്നുള്ളത്. കോൺഗ്രസ് രാജ്യത്ത് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കിതിനോടകം തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യത്ത് ജനാധിപത്യവും മതേതരത്വവും ഒക്കെ അത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരാണ് ഈ രാജ്യത്ത് ഊട്ടിയുറപ്പിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഭരണഘടനയിലായാലും അത് എഴുതി ചേർത്തതും അല്ലെങ്കിൽ അതിനുവേണ്ടി എല്ലാ കാലത്തും നിലകൊണ്ടിട്ടുള്ളതും കോൺഗ്രസിൻ്റെ നേതാക്കളാണ്. BJPയുടെ അല്ലെങ്കിൽ RSSൻ്റെ ഒരു ജനറൽ സെക്രട്ടറിയാണ് സമീപകാലത്ത് പറഞ്ഞത് മതേതരത്വം എന്ന വാക്ക് ഭരണഘടനയിൽ നിന്ന് എടുത്തു കളയണമെന്ന്. അവരുടെ ആഗ്രഹം അതാണ്. അത് സാന്ദർഭികമായിട്ട് യാദൃശ്യമായിട്ട് പറഞ്ഞൊന്നുമല്ല. RSS രൂപീകൃതമായ അന്നു മുതൽ അവർ ഈ മതേതരത്വത്തിനെതിരാണ്. അവർ മതരാഷ്ട്രവാദമാണ് അവരുടേത്. എന്നുവെച്ചാൽ പാകിസ്ഥാൻ ഒരു മതരാഷ്ട്രമായി, ഇന്ത്യയും ഒരു മതരാഷ്ട്രമാവണം. ഇതാണ് അവരുടെ ലൈൻ പണ്ട് തുടങ്ങി. അപ്പോൾ അവിടെ മതേതരത്വം അതിന് തടസ്സമാണ്. ആ തടസ്സം ആരാണ്? ആ തടസ്സം കോൺഗ്രസ് ആണ്. അപ്പോൾ ആ തടസ്സം ഇല്ലാതാക്കുക എന്നുള്ളതാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാഹുൽ ഗാന്ധി ഈ ഭരണഘടനയും ഉയർത്തിപ്പിടിച്ച് ഈ രാജ്യത്ത് നടത്തുന്ന പോരാട്ടം എന്ന് പറയുന്നത്, ഈ കോൺഗ്രസ് പ്രതിപക്ഷത്താണെങ്കിലും ആ പോരാട്ടത്തിന് വലിയ പ്രാധാന്യമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഈ പോരാട്ടം നടത്തിയിട്ടില്ലെങ്കിൽ ഈ നമ്മുടെ ഭരണഘടനയിൽ നിന്നും മതേതരത്വവും ജനാധിപത്യവും ഒക്കെ എടുത്ത് കളഞ്ഞേനെ. അതാണ് BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ രാജ്യം നിലനിൽക്കാൻ, രാജ്യത്തിൻ്റെ ഭരണഘടന നിലനിൽക്കാൻ, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കാനായിട്ട്
കോൺഗ്രസ് വേണം. അത് ദേശീയ തലത്തിലായാലും കേരളത്തിലായാലും കോൺഗ്രസ് ഇവിടെ തിരിച്ചു വരേണ്ടത് നമ്മുടെ നാടിൻ്റെ ആവശ്യമായിട്ടാണ് ഞാനൊക്കെ കാണുന്നത്. കുറച്ച് കലുഷിതമായിട്ടുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലായിരിക്കുമല്ലോ, അതിനുവേണ്ടിയുള്ള ഓട്ടത്തിലായിരിക്കുമല്ലോ. അപ്പോൾ എന്തൊക്കെയാണ്, വളരെ കാഷ്വലായിട്ട് ചോദിക്കുകയാണ്, എന്തൊക്കെയാണ് ചലഞ്ചസും എന്തൊക്കെയാണ് തയ്യാറെടുപ്പുകളും? അല്ല, നമ്മൾ എലക്ഷന് പ്രവർത്തിക്കാൻ നമുക്ക് ഇപ്പോൾ 10 വർഷത്തോളമായിട്ട് MLA ആണ്. ഉം. നമ്മൾ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ തന്നെ നമ്മൾ പ്രവർത്തന രംഗത്താണ്. അപ്പോൾ നമ്മളല്ലാണ്ട് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടിട്ടുള്ള കുറേ കാര്യങ്ങളൊന്നല്ല. നമ്മൾ ഈ 5 വർഷവും നമ്മൾ പ്രവർത്തന രംഗത്താണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളൊക്കെ ചിലപ്പോൾ പറയാറുണ്ട്, നമ്മൾ ഈ 5 വർഷക്കാലം ഒരു ടേം കംപ്ലീറ്റ് നമ്മൾ പ്രചരണ രംഗത്താണ്. നമ്മൾ ജനങ്ങളായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇലക്ഷൻ വരുമ്പോൾ നമ്മൾ ഫുള്ളി പ്രിപ്പയർഡാണ് ആ നിലയ്ക്ക് നോക്കുമ്പോൾ. പിന്നെ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ കൂടുതൽ നമുക്ക് ആത്മവിശ്വാസമുണ്ട്. കാരണം മറ്റൊന്നുമല്ല, 10 വർഷമായിട്ട് കേരളത്തിലെ ജനങ്ങൾ വലിയ പ്രയാസത്തിലും പ്രതിഷേധത്തിലും ആണ്. വലിയ ദുരിതത്തിലാണ്. സാധാരണക്കാരൻ വലിയ ദുരിതത്തിലാണ്. അപ്പോൾ ഞങ്ങളൊക്കെ പല ആളുകളെയും, പ്രത്യേകിച്ച് സ്ത്രീകളെയൊക്കെ കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഇപ്പോൾ ഒരു 6 മാസം മുമ്പ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് അവരുടെ വീട്ടിലേക്ക് നിത്യോപയോഗ സാധനങ്ങൾ മേടിക്കാൻ അവരുടെ ഒരു വീട്ടു ചെലവിൻ്റെ ഒരു കണക്കും ഒരു ബഡ്ജറ്റും പരിശോധിച്ച് ഇപ്പോഴത്തെ ഒരു ബഡ്ജറ്റ് അവർക്ക് ചിലവാക്കുന്ന തുകയും പരിശോധിച്ചാൽ എത്ര രൂപയുടെ ഡിഫറൻസാണ് ഒരു സാധാരണ ഒരു ആവറേജ് കുടുംബത്തിന് വരുന്നത് നമുക്ക് മനസ്സിലാവും. അത്ര രൂക്ഷമാണ് വിലക്കയറ്റം. അപ്പോൾ എന്നാൽ അതിനനുസരിച്ചിട്ട് അവരുടെ വരുമാനം വർദ്ധിക്കുന്നില്ല. ഇവരുടെ ചെലവ് ക്രമാതീതമായിട്ട് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പല മേഖലകളും, കേരളമൊക്കെ കഴിഞ്ഞ 8-10 വർഷം കൊണ്ട് മയക്കുമരുന്നിൻ്റെ താവളമായി മാറി. ഒരു തലമുറ തന്നെ ഇതിൽ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വേറൊരു വിഭാഗം ഒരു തലമുറയെ സംബന്ധിച്ച് നാട്ടിൽ നിന്നാൽ രക്ഷപ്പെടില്ല എന്നുള്ള തോന്നലായി. ഒക്കെ നാട് വിട്ടു പോവാണ്. ഞങ്ങളൊക്കെ പല ആളുകളോടും നമ്മൾ കാണുമ്പോൾ ചോദിക്കും, നമുക്ക് ഇപ്പോൾ കേരളത്തിൽ എത്ര കുടുംബങ്ങൾക്ക് അല്ലെങ്കിൽ എത്ര ആളുകൾക്ക് നമ്മുടെ വീടിൻ്റെ ആധാരം വീട്ടിൽ സേഫായിട്ടുണ്ടെന്ന് പറയാൻ കഴിയും? ബഹുഭൂരിപക്ഷ ആളുകളുടെയും ആധാരം ഏതെങ്കിലും ബാങ്കിൽ പണയത്തിലാണ്. അതിനെക്കുറിച്ച് റിപ്പോർട്ട് ഉണ്ടായിരുന്നു. കടത്തിന്റെ കേരളത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ കടക്കണിയിലാണ്. അപ്പോൾ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പാടുപെടുക എന്ന് നമ്മൾ പറയാറുണ്ട്. അക്ഷരാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ അതിൽ നിന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനങ്ങൾക്ക് കേരളത്തിലെ ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. കേരളം ഒരു മാറ്റം അർഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയുക. തീർച്ചയായും. അപ്പോൾ ആ മാറ്റം ആഗ്രഹിക്കുന്ന കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ മുമ്പിലുള്ള ഏക ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവും അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മറ്റ് നേതാക്കന്മാരും ഒക്കെ KPC പ്രസിഡൻറ്റും അല്ലെങ്കിൽ ശ്രീ KC വേണുഗോപാലും ഒക്കെ കോൺഗ്രസ് 100 സീറ്റോടുകൂടി തിരിച്ചു വരും, UDF അധികാരത്തിൽ വരുമെന്ന് വെറുതെ പറയണമല്ല. ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൃത്യമായി മനസ്സിലാക്കി ആ വിലയിരുത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് UDF അടുത്ത തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ വലിയൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, കമ്മ്യൂണിക്കേഷൻ. ആളുകൾ ഇപ്പം കോൺഗ്രസിന് സ്വന്തമായിട്ട് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചിട്ടുള്ള നേതാക്കന്മാരേ ഉള്ളൂ, സ്വന്തമായിട്ട് വാട്സപ്പ് യൂണിവേഴ്സിറ്റി ഇല്ല. അപ്പോൾ ഈ ഒരു സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അല്ല, അത് കുറേ രാഷ്ട്രീയം കുറേ മാറി വരുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞതുപോലെ കുറേ വ്യാജ പ്രചരണങ്ങൾ, സമൂഹ മാധ്യമങ്ങൾ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രചരണങ്ങൾ. പിന്നെ നമുക്ക് ഒരു ഏജ് ഗ്രൂപ്പിൽ, പ്രത്യേകിച്ച് യുവാക്കളായിട്ടുള്ള വലിയൊരു വിഭാഗം ആളുകളുടെ ഒരു ഗ്യാപ്പുണ്ട്. പലരും നാട് വിട്ടു പോകുന്നു. അപ്പോൾ നമുക്ക് ഇലക്ഷൻ പ്രചരണവും ഇലക്ഷൻ പ്രവർത്തനങ്ങളും ഒക്കെ ആ സാഹചര്യങ്ങൾക്കനുസരിച്ച് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. പിന്നെ എല്ലാം കുറേ കൂടി പ്രൊഫഷണലായി, കുറേ കൂടി ടെക്നിക്കലായി, എന്താ പറയുന്നത്, ആ രീതിയിലുള്ള പ്രചരണങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇന്നത്തെ കാലം രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുമല്ലോ. രാഷ്ട്രീയം മാത്രമല്ല, നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഫോണിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആവുന്നത് പോലെ ആ സ്പീഡിലാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയവും ജീവിത സാഹചര്യങ്ങളും ഒക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മളും മാറണം. നമുക്ക് അതിനനുസരിച്ച് മാറാൻ സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഔട്ട്ഡേറ്റഡായി മാറും. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുകയും കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള ഒരു പ്രചരണ പ്രവർത്തനങ്ങളും മുന്നോട്ട് വയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഇലക്ഷൻ ജയിക്കണമെങ്കിൽ അതൊക്കെ ആവശ്യമാണ്. അപ്പോൾ നമ്മളതൊക്കെ ബന്ധപ്പെട്ട് നമ്മളതൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നമ്മൾ ഈ ഇലക്ഷനെ നേരിടുന്നത്. അപ്പോൾ ഞാൻ ടിപ്പിക്കൽ മാധ്യമപ്രവർത്തകർ പറയുന്നത് പോലെ വിജയാശംസകൾ നേരുന്നില്ല. കാരണം എന്താണെന്നാൽ ഒരു ഇലക്ഷൻ ഭംഗിയായിട്ട് നടന്ന് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ കുറച്ച് ആളുകളെ നമ്മൾ പ്രോപ്പറായിട്ട് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് എല്ലാ ആളുകളുടെയും വിജയമാണ്. ഞാനടക്കമുള്ള ആളുകളുടെ വിജയമാണ്. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും ശുഭാപ്തി വിശ്വാസത്തോടെ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാം എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയധികം സമയം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ഒരു നന്ദി പറയുകയാണ്. താങ്ക് യു. നന്ദി. സന്തോഷം.